സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ടാണ് ഒരു കോളേജ് ഹോസ്റ്റലിൽ നിന്നും ഇത്രയിലധികം കഞ്ചാവ് പിടികൂടുന്നത്. കൊച്ചി കളമശ്ശേരി സർക്കാർ പോളിടെക്നിക് കോളേജിന്റെ ഹോസ്റ്റലിൽ നിന്നാണ് ഇത്തരത്തിൽ കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പൂർവ്വ വിദ്യാർത്ഥിയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആഷിഖ് എന്ന വിദ്യാർത്ഥിയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. പിടിയിലായ വിദ്യാർത്ഥികളുടെ മൊഴിയിൽ നിന്നാണ് പൂർവ്വ വിദ്യാർത്ഥിക്ക് എതിരായിട്ടുള്ള തെളിവുകൾ ലഭിച്ചിരിക്കുന്നത്. കോളേജ് ഹോസ്റ്റലിൽ നിന്നും 2 കിലോയിലേറെ കഞ്ചാവ് ശേഖരമാണ് ഇന്നലെ പിടിച്ചെടുത്തത്. സംഭവത്തിൽ 2 എഫ്ഐആറുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ എഫ്ഐആറിൽ കൊല്ലം കുളത്തൂപ്പുഴ സ്വദേശിയായിട്ടുള്ള ആകാശ് പ്രതിയാണ്. 1 കിലോ ഏകദേശം 2 കിലോയോളം വരുന്ന കഞ്ചാവാണ് ആകാശിന്റെ മുറിയിൽ നിന്ന് കണ്ടെടുത്തത്. ഈ പ്രതി വിൽപ്പനയ്ക്കും ഉപയോഗത്തിനും വേണ്ടിയാണ് കഞ്ചാവ് സൂക്ഷിച്ചു വെച്ചിരുന്നത്. രണ്ടാമത്തെ എഫ്ഐആറിൽ 2 പ്രതികളാണ്. ഹരിപ്പാട് സ്വദേശിയായിട്ടുള്ള ആദിത്യൻ, കരുനാഗപ്പള്ളി സ്വദേശി അഭിരാജ് എന്നിവരാണ് ഈ കേസിൽ പ്രതികൾ. ചെറിയ അളവിലാണ് കഞ്ചാവ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തത്. ഈ കാരണം കൊണ്ടാണ് അഭിരാജിനെയും ആദിത്യനെയും പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടത്. എന്നാൽ SFI നേതാവിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് പോലീസ് നടപടി എന്ന വിമർശനമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഈ കേസിൽ രാഷ്ട്രീയ പോരും മുറുകുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. 2 കിലോയോളം കഞ്ചാവുമായി പിടിയിലായ ആകാശിനൊപ്പം മുറിയിൽ താമസിച്ചിരുന്ന KSU നേതാവ് ആദിലിനെയും കേസെടുക്കാൻ പോലീസിന് മേൽ സമ്മർദ്ദമേറുന്നു. എന്നാൽ കഞ്ചാവ് പിടിക്കുന്ന സമയത്ത് ആദിൽ മുറിയിൽ ഉണ്ടായിരുന്നില്ലെന്നും ആദിലിനെ പ്രതിയാക്കിയാൽ കോടതിയിൽ കേസിന് തന്നെ തിരിച്ചടിയാകുമെന്നുള്ള ആശങ്കയിലാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നത്. ഏതായാലും ഒരു കോളേജ് ഹോസ്റ്റലിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള കഞ്ചാവിൻ്റെ ശേഖരം കണ്ടെത്തുന്നത്. മറ്റ് കോളേജ് ഹോസ്റ്റലുകളിലൊക്കെ തന്നെ സമാനമായ രീതിയിൽ കഞ്ചാവ് എത്തിക്കുന്നുണ്ടോ? ഇത്തരത്തിൽ ഈ പോളിടെക്നിക് ഹോസ്റ്റൽ അടക്കം മറ്റു കോളേജ് ക്യാമ്പസ് ഹോസ്റ്റലുകളിലൊക്കെ കഞ്ചാവിൻ്റെ ഉപയോഗം ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് അന്വേഷിക്കുകയാണ്. വലിയ രീതിയിലുള്ള പരിശോധനയ്ക്കും റെയ്ഡിനും ഒക്കെ തന്നെയാണ് ഇപ്പോൾ മുൻതൂക്കം നൽകുന്നത്. നെയ്യാറ്റിൻകര അമരവിള സ്വദേശിയായിട്ടുള്ള സൗമ്യ 31 വയസ്സുള്ള സൗമ്യ എന്ന ഡോക്ടറെയാണ് കഴിഞ്ഞ ദിവസം കഴുത്തറുത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയാണെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. വെള്ളിയാഴ്ച പുലർച്ചെ 2 മണിയോട് കൂടിയിട്ടാണ് സൗമ്യയെ കഴുത്തറുത്ത നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവിന്റെ അമ്മയ്ക്കൊപ്പമാണ് വ്യാഴാഴ്ച രാത്രി സൗമ്യ ഉറങ്ങാൻ കിടന്നിരുന്നത്. രാത്രി 1 മണിക്ക് ശേഷം തന്റെ അടുത്ത് സൗമ്യയെ കാണാത്തതിനെ തുടർന്നാണ് ഭർത്തൃമാതാവ് തൊട്ടടുത്ത മുറിയിൽ ഉറങ്ങിക്കിടന്നിരുന്ന അനൂപിനെ ഫോണിൽ വിളിച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വീട്ടിലെ ബാത്റൂമിൽ കഴുത്തിനും കൈക്കും മുറിവേറ്റ നിലയിൽ സൗമ്യയെ കണ്ടെത്തിയത്. ഭർത്താവാണ് സൗമ്യ നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ ആശുപത്രിയിൽ വെച്ച് മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഇവരുടെ 4 വർഷം മുൻപാണ് ഇവരുടെ വിവാഹം നടന്നത്. കുട്ടികളില്ലാത്തതിനെ തുടർന്നുള്ള മാനസികമായ ചില സംഘർഷങ്ങൾ ഇവർക്കുണ്ടായിരുന്നു. ഈ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് സൗമ്യ മരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ ഡിപ്രഷൻ അവസ്ഥയിലൊക്കെ തന്നെ ആയിരുന്നു എന്ന് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയ വിവരം. ഏതായാലും ജോലി ലഭിക്കാത്തതിലും, അതായത് ഡോക്ടറാണെങ്കിൽ പോലും സമീപത്തെ ഒരു ചെറിയ ക്ലിനിക്കിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ജോലി ലഭിക്കാത്തതിനെ തുടർന്നൊക്കെയുള്ള സങ്കടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ദന്ത ഡോക്ടറാണ് ശരിക്കും സൗമ്യ. പക്ഷേ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു അവസരം ലഭിക്കാത്തതും സൗമ്യയെ കടുത്ത മാനസിക സംഘർഷത്തിലാക്കിയിരുന്നു. ടെക്നോ പാർക്കിലെ ജീവനക്കാരനാണ് ഇവരുടെ ഭർത്താവ് അനൂപ്. ദന്തരോഗ പരിചരണ രംഗത്ത് മികച്ച പരിചരണം നൽകുന്ന ഡോക്ടർ റോഷ്നാസ് സ്മൈൽസ് ആൻഡ് ഗ്ലോ മൾട്ടി സ്പെഷ്യാലിറ്റി ദന്തൽ ക്ലിനിക്ക് പ്രവർത്തനം ആരംഭിച്ചു. നമുക്കിവിടെ വരുന്ന അഡ്വാൻസ്ഡ് ഫെസിലിറ്റീസിൽ ഇൻക്ലൂഡ് ആയിട്ട് വരുന്നതാണ് ഇൻട്രാഓറൽ ക്യാമറ. ട്രീറ്റ്മെന്റിന് ബിഫോർ ആൻഡ് ആഫ്റ്റർ വ്യൂ നമ്മൾ പേഷ്യന്റിന് കാണിച്ചു കൊടുത്ത് മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത്. അതർ ഫെസിലിറ്റീസ് വരുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജറി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് പെരിഡോണ്ടിക്സ് ആൻഡ് ഇംപ്ലാന്റോളജി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് എൻഡോഡോണ്ടിക്സ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓർത്തോഡോണ്ടിക്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പീഡോഡോണ്ടിക്സ്. സെക്രട്ടേറിയറ്റിന് പിൻവശം ഗവൺമെന്റ് പ്രസ് റോഡിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ കൺസൾട്ടേഷൻ സൗജന്യമായിരിക്കും. രാവിലെ 9:30 മുതൽ രാത്രി 8 മണിവരെയാണ് പരിശോധനാ സമയം. കൂടുതൽ വിശദവിവരങ്ങൾക്ക് 9605 3956 95 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കണ്ണൂർ തളിപ്പറമ്പിലാണ് 12 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ 23-കാരിയായ സ്നേഹ മിർലിനെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സ്വർണ്ണ ചെയിൻ വാങ്ങി നൽകിയാണ് ഈ കുട്ടിയെ സ്വാധീനിക്കുകയും അതോടെ പീഡിപ്പിക്കുകയും ചെയ്തത്. മുൻപും സ്നേഹയ്ക്ക് ഇത്തരത്തിൽ പോക്സോ കേസുകളുണ്ട്. 15 വയസ്സുള്ള ആൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിലും അതോടൊപ്പം കണ്ണൂരിലെ ഒരു CPI നേതാവിനെ ആക്രമിച്ച സംഭവത്തിലുമൊക്കെ തന്നെ സ്നേഹ പ്രതിയാണ്. 12 വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ച ഈ കേസിലാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. തളിപ്പറമ്പ് സ്വദേശിയാണ് ഇരയായ പെൺകുട്ടി. സ്കൂളിൽ വെച്ച് കുട്ടിയുടെ
ആശുപത്രിയുടെ മൊബൈൽ ടീച്ചർ പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിൽ സംശയാസ്പദമായ ചില ദൃശ്യങ്ങൾ കണ്ടത്. തുടർന്ന് അധ്യാപിക വിവരം രക്ഷിതാക്കളെ അറിയിക്കുകയായിരുന്നു. പിന്നീട് ചൈൽഡ് ലൈനിന്റെ സഹായത്തോടെ കുട്ടിക്ക് നടത്തിയ കൗൺസിലിംഗിലാണ് ഇത്തരത്തിൽ പീഡനത്തിന് ഇരയായിട്ടുണ്ടെന്നുള്ള വിവരം അറിയുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു റയറസ്റ്റ് ആയിട്ടുള്ളൊരു കേസ് തന്നെയാണ്. ഇത്തരത്തിൽ പെൺകുട്ടികൾ തന്നെ മറ്റു രീതിയിലൊക്കെ പീഡിപ്പിക്കാനായി പുറപ്പെടുന്നത്, ഇരയായിരിക്കുന്നത്, അതൊക്കെ തന്നെ വളരെ റയറസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. വലിയ അന്വേഷണം സ്നേഹയ്ക്കെതിരെ നടക്കുന്നുണ്ട്. സ്നേഹയ്ക്ക് ലഹരി അടക്കമുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ, സ്നേഹ ഇത്തരത്തിലുള്ള വൈകൃതങ്ങൾക്ക് അടിമയാണോ എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്. ചോറ്റാനിക്കരയിൽ അമ്മയും 2 പെൺമക്കളും ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിന്റെ നടുക്കം മാറുന്നതിന് മുന്നെയാണ് തകഴിയിലും സമാനമായ രീതിയിൽ അമ്മയും മകളും ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ ഈ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പരീക്ഷയിൽ ഉത്തരം തെറ്റിയതിന്റെ മാനസിക സമ്മർദ്ദമാണ് ഈ അമ്മയും മകളെയും ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. തകഴി പഞ്ചായത്തിലെ 7ാം വാർഡിൽ വിജയ നിവാസിൽ ഗോപാലകൃഷ്ണപിള്ളയുടെയും വിജയലക്ഷ്മിയുടെ മകൾ പ്രിയ, മകൾ കൃഷ്ണപ്രിയ എന്നിവരാണ് ട്രെയിനിന് മുന്നിൽ ആത്മഹത്യ ചെയ്തത്. ഈ തകഴി ആശുപത്രിയുടെ ലെവൽ ക്രോസിന് സമീപത്താണ് ഇത്തരത്തിൽ സംഭവം നടന്നിരിക്കുന്നത്. ഈ അമ്പലപ്പുഴയിലെ സ്വകാര്യ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ മകൾ പരീക്ഷയിൽ കഴിഞ്ഞ നല്ല രീതിയിൽ പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. പഠനത്തിൽ മികവ് പുലർത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പരീക്ഷയിൽ വേണ്ടത്ര രീതിയിൽ ഉത്തരങ്ങൾ എഴുതാൻ സാധിച്ചിരുന്നില്ല. ഇതിനെ തുടർന്നുണ്ടായ മാനസികമായ സംഘർഷങ്ങൾ ഈ അമ്മയും മകളും അനുഭവിച്ചിരുന്നു. പിന്നാലെ ആണ് ഇത്തരത്തിലൊരു ആത്മഹത്യ ചെയ്തെന്നാണ് പറയുന്നത്. മകളുടെ പഠനവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൽ ജോലി ഉണ്ടായിരുന്ന പ്രിയ ജോലി ലീവ് എടുത്ത് തന്നെ വീട്ടിലിരിക്കുകയായിരുന്നു. കുടുംബ പ്രശ്നങ്ങൾക്കൊപ്പം മകൾക്ക് പഠന നിലവാരം കുറവാണെന്ന ആശങ്കയിൽ മാനസിക സമ്മർദ്ദം താങ്ങാനാവാതെയാണ് പ്രിയ ഒരു കൗൺസിലിംഗിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം പരീക്ഷയില്ലായിരുന്നു. അതുകൊണ്ടാണ് മകളെ ഒപ്പം കൂട്ടി ഈ പ്രിയ പഞ്ചായത്തിലെത്തി. അതോടൊപ്പം പഞ്ചായത്തിൽ ഉച്ചയ്ക്ക് 1 മണിവരെ മകൾക്കൊപ്പം കഴിച്ചുകൂട്ടി. പിന്നീട് തകഴിയിലെത്തിയ ശേഷമാണ് ഇവർ ആത്മഹത്യ ചെയ്തത്. മകളുമായി പഞ്ചായത്തിലെത്തിയ പ്രിയ കടുത്ത മാനസിക സമ്മർദ്ദം പ്രകടിപ്പിച്ചിരുന്നതായി തന്നെ ജീവനക്കാർ പറയുന്നുണ്ടായിരുന്നു. ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുന്ന ഭർത്താവ് മഹേഷ് കുമാറുമായി ഏറെക്കാലമായി കുടുംബ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇരുവരും വിവാഹമോചനത്തിന്റെ വക്കിലാണ്. ഏക മകളെ കാണാൻ പോലും മഹേഷ് നാട്ടിലെത്തിയിരുന്നില്ല എന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ പറയുന്നത്. കുടുംബ പ്രശ്നങ്ങളിൽ മനംനൊന്ത് കഴിയുമ്പോഴാണ് മകളുടെ പഠന മികവിൽ ഇത്തരത്തിൽ ഒരു ആശങ്ക ഉണ്ടാവുകയും കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് എത്തുകയും ചെയ്തത്. പിന്നീടാണ് ഈ അമ്മയും മകളും മാത്രമാണ് ഇവർ തനിച്ച് താമസിച്ചിരുന്നത്. ഏതായാലും ഇവരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. വലിയ സങ്കടമുള്ള വാർത്തകളാണ് അനുജ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. കാരണം വളരെ നിസ്സാരമായ കാര്യം. എല്ലാ കുട്ടികൾക്കും പരീക്ഷാ സമ്മർദ്ദമുള്ള ഒരു സമയം തന്നെയാണ്. എല്ലാ കുട്ടികളും ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യുകയാണോ, അല്ലെങ്കിൽ ഇത്തരത്തിൽ അമ്മമാർ ഇവരെ ചേർത്ത് നിർത്തേണ്ടതിന് പകരം ഇവരെ കൂടി ഇത്തരത്തിൽ നല്ല അവരുടെ ജീവനും അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷകളും അല്ലെങ്കിൽ എല്ലാം അസ്തമിപ്പിക്കുന്ന രീതിയിൽ ഈ കുട്ടികളുടെ ജീവൻ പൊലിയുന്ന ഒരു സാഹചര്യമാണ്. ഇത്തരത്തിൽ വലിയൊരു ഗുരുതരമായൊരു കുറ്റം തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു ആത്മഹത്യയിൽ നമുക്ക് മാനസികമായ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇത് അങ്ങേയറ്റം കടുത്ത രീതിയിൽ ഒരു കുഞ്ഞിൻ്റെ ജീവിക്കാനുള്ള അവകാശം കൂടെ നിഷേധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്.